ഈ ഓണക്കാലത്തും പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ. വിമാന ടിക്കറ്റ് നിരക്ക് ഇരട്ടിയായാണ് വിമാന കമ്പനികൾ ഉയർത്തിയത്. അതേസമയം നാട്ടിൽ നിന്നും യുഎഇയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്ന പ്രവാസികൾക്കും കനത്ത തിരിച്ചടിയാണ്. സാധാരണ ദിവസങ്ങളെക്കാൾ 2-3 ഇരട്ടി നിരക്കാണ് പല എയർലൈനുകളും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ ഓണക്കാലത്തും പ്രവാസികളെ പിഴിയുകയാണ് വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്കിന്റെ കാര്യത്തിലാണിത്. ഈ അടുത്ത ദിവസങ്ങളിലും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് പോലും ഇരട്ടിയാക്കിയാണ് വിമാന കമ്പനികൾ ഉയർത്തിയിരിക്കുന്നത്. ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളും വലിയ രീതിയിൽ തന്നെ കൂട്ടിയിട്ടുണ്ട്. അതേസമയം നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത്. സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ നിന്നും മറ്റും യുഎഇയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളേക്കാൾ 2-3 ഇരട്ടി നിരക്കാണ് പല എയർലൈനുകളും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വേനൽക്കാല അവധിക്കായി ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് പോയ പ്രവാസികളും കുടുംബങ്ങളുമാണ് ഓഗസ്റ്റ് പകുതിയോടെ യുഎഇയിലേക്ക് തിരികെ വരാൻ ഒരുങ്ങുന്നത്. ഈ സമയത്ത് അനുഭവപ്പെടുന്ന വൻ തിരക്ക് മുതലെടുത്തുകൊണ്ടാണ് എയർലൈനുകൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിലും വലിയ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായി 8,000 മുതൽ 15,000 രൂപ വരെ ഉണ്ടായിരുന്ന വൺ വേ ടിക്കറ്റുകൾക്കിപ്പോൾ 30,000 മുതൽ 50,000 രൂപയ്ക്ക് മുകളിലാണ് വരുന്നത്. നിലവിൽ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് തിരികെ എത്താൻ മാത്രം 1.5 ലക്ഷത്തിലധികം രൂപ ടിക്കറ്റിനായി മാത്രം നീക്കിവെക്കേണ്ടി വരുന്നത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടി തന്നെയായി മാറും. കൂടാതെ ബജറ്റ് എയർലൈനുകളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഫ്ലൈ ദുബായ്, അറേബ്യൻ എയർലൈനുകൾ തുടങ്ങിയവയിലെ സീറ്റുകൾ അതിവേഗം ബുക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഈ ഓണക്കാലത്ത് തിരിച്ച് നാട്ടിലെത്താൻ ശ്രമിക്കുന്ന പ്രവാസികൾക്കും വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ടിക്കറ്റ് നിരക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.